അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തളിപ്പറമ്പ് നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ അവതരിപ്പിച്ചു. ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. 54,81,26,000 രൂപ വരവും 35,62,36,36,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ അവതരിപ്പിച്ചത്. ആധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന് പാളയാടിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപ, പകൽ വീട്, ചിൽഡ്രൻസ് പാർക്ക്, ഹാപ്പിനെസ് പാർക്ക് എന്നിവയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപ, PMAY പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് സ്ഥലം വാങ്ങാൻ 1,20,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. കുടുംബശ്രീ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ആവശ്യമായ പരിശീലനം ഒരുക്കുന്നതിന് 20 ലക്ഷം രൂപ, നഗരസഭയിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തുന്നതിന് നഗരസഭാ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിനായി 15 ലക്ഷം രൂപ, തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LED-യിലേക്ക് മാറ്റുന്നതിനായി 20 ലക്ഷം രൂപ, പുതിയ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിന് 20 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. മുന്നിൽ ഉൾപ്പെടെ 64,62,47,019 രൂപ വരവും 47,80,22,113 രൂപ ചെലവും 16,26,02,606 രൂപ നീക്കിയിരിപ്പുമുള്ള 2024-25 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും മുന്നിൽ ഉൾപ്പെടെ 54,81,26,000 രൂപ വരവും 35,62,36,000 രൂപ ചെലവും 19,18,90,000 രൂപ നീക്കിയിരിപ്പുമാണ് 2025-26 വർഷത്തെ മതിപ്പ് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.